അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് ചരിത്രത്തിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകനും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാജാവുമായിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ ജീവിതകഥയാണ് ഇന്ന് നാം പങ്കുവെക്കുന്നത്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ആഴം എത്രത്തോളമാണെന്ന് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കുമേൽ അധികാരം ലഭിച്ച ഒരേയൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. കേവലം മനുഷ്യരെ ഭരിക്കുക എന്നതിലുപരി വായുവിൽ സഞ്ചരിക്കുന്ന കാറ്റിനെയും അദൃശ്യരായ ജിന്നുകളെയും ആകാശത്ത് പറക്കുന്ന പക്ഷികളെയും മണ്ണിലെ ഉറുമ്പുകളെയും വരെ തന്റെ ആജ്ഞാനുവർത്തികളാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ ഓരോ ശ്വാസവും അള്ളാഹുവിനുള്ള നന്ദി പ്രകടനമായിരുന്നു. പണ്ഡിതന്മാർക്കും ചരിത്രകാരന്മാർക്കും ഒരുപോലെ വിസ്മയമായി ഇന്നും നിലകൊള്ളുന്ന ആ ഭരണകാലത്ത് നടന്ന സംഭവങ്ങൾ ഓരോന്നും വിശ്വാസികൾക്ക് വലിയ പാഠങ്ങളാണ്. ഒരു ഉറുമ്പിന്റെ സംസാരം കേട്ട് പുഞ്ചിരിച്ച പ്രവാചകൻ, തന്റെ സൈന്യത്തിലെ ഒരംഗം പോലും ഹാജരില്ലാത്തത് ശ്രദ്ധിച്ച ഭരണാധികാരി, കിലോമീറ്ററുകൾ ദൂരെയുള്ള സിംഹാസനം കൺചിമ്മുന്ന വേഗത്തിൽ മുന്നിലെത്തിച്ച അത്ഭുത മനുഷ്യൻ, ഇങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ്. സബീലെ രാജ്ഞി ബിൽഖീസ് ബീവിയുമായുള്ള കൂടിക്കാഴ്ചയും തുടർന്ന് അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നതും ലോകത്തിന്റെ വിസ്മയമായി മാറിയ ബൈത്തുൽ മുഖദ്ദസ് പള്ളിയുടെ നിർമ്മാണവുമെല്ലാം ഈ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏടുകളാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കേൾക്കാൻ പോകുന്നത് കേവലം ഒരു കഥയല്ല, മറിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വലിയൊരു സത്യമാണ്. അധികാരം ലഭിക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ വിനയമുള്ളവനാകണമെന്നും സർവശക്തനായ അള്ളാഹുവിനെ എപ്പോഴും ഭയപ്പെടണം എന്നും സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. അക്ഷരത്തെറ്റുകളില്ലാതെ അങ്ങേയറ്റം ആദരവോടുകൂടി തയ്യാറാക്കിയ ഈ ജീവിത ചരിത്രം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. വായനക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സാവധാനത്തിലാണ് ഈ ചരിത്രം ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമായ സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ ആ സമ്പൂർണ്ണ ജീവിതരേഖയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സമാധാനവും സന്തോഷവും നിറഞ്ഞ ഈ സമയം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം ജീവിതകഥ. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ ലഭിച്ച പ്രവാചകനും രാജാവുമായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിയുടെ മകനായി ജനിച്ച അദ്ദേഹം പിതാവിന്റെ മരണശേഷം ഇസ്രായേൽ മക്കളുടെ ഭരണാധികാരിയും പ്രവാചകനുമായി മാറി. മറ്റാർക്കും ലഭിക്കാത്ത വിധത്തിലുള്ള അത്ഭുതകരമായ അധികാരങ്ങളാണ് അള്ളാഹു സുലൈമാൻ നബി അലൈഹിസ്സലാംക്ക് നൽകിയിരുന്നത്. കാറ്റിനെ തന്റെ അധീനതയിലാക്കാനും പക്ഷികളോടും മൃഗങ്ങളോടും സംസാരിക്കാനും ജിന്നുകളെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കാനുമുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സൈന്യവുമായി യാത്ര ചെയ്യുകയായിരുന്നു. ആ സൈന്യത്തിൽ മനുഷ്യരും ജിന്നുകളും പക്ഷികളും ഉണ്ടായിരുന്നു. അവർ ഒരു ഉറുമ്പുകളുടെ താഴ്വരയിലെത്തിയപ്പോൾ അവിടുത്തെ ഒരു ഉറുമ്പ് മറ്റുള്ളവരോട് പറഞ്ഞു, ഉറുമ്പുകളെ, നിങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ പൊത്തുകളിലേക്ക് പ്രവേശിക്കുക. സുലൈമാൻ നബിയും സൈന്യവും അറിയാതെ നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കട്ടെ. ഉറുമ്പിന്റെ ഈ സംസാരം ദൂരെ വെച്ച് തന്നെ കേട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരിക്കുകയും തനിക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നന്ദി പറയുകയും ചെയ്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സൈന്യത്തെ എപ്പോഴും കൃത്യമായി പരിശോധിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ പക്ഷികളെ പരിശോധിച്ചപ്പോൾ ഹുദ്ഹുദ് എന്ന പക്ഷിയെ അവിടെ കണ്ടില്ല. ഹുദ്ഹുദ് എവിടെ പോയി എന്ന് അദ്ദേഹം ചോദിച്ചു. അല്പസമയത്തിന് ശേഷം ഹുദ്ഹുദ് മടങ്ങിയെത്തി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം അറിഞ്ഞാണ് വരുന്നത്. സബഉ എന്ന ദേശത്തെക്കുറിച്ച് എനിക്ക് വിവരം ലഭിച്ചു. അവിടെ ഒരു സ്ത്രീയാണ് ഭരണം നടത്തുന്നത്. അവർക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്, വലിയൊരു സിംഹാസനവും അവൾക്കുണ്ട്. പക്ഷേ അവരും ജനങ്ങളും അള്ളാഹുവിനെ ഉപേക്ഷിച്ച് സൂര്യനെയാണ് ആരാധിക്കുന്നത്. ഇത് കേട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം സബയിലെ രാജ്ഞിയായ ബൽഖീസ് ബീവിക്ക് ഒരു കത്തയച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അഹങ്കാരം വെടിഞ്ഞ് തന്റെ അടുത്തേക്ക് വരണമെന്നുമായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം. കത്ത് ലഭിച്ച ബൽഖീസ് രാജ്ഞി തന്റെ മന്ത്രിമാരുമായി ആലോചിക്കുകയും സുലൈമാൻ നബി അലൈഹിസ്സലാംക്ക് വലിയ സമ്മാനങ്ങൾ കൊടുത്തുവിടുകയും ചെയ്തു. എന്നാൽ ആ സമ്മാനങ്ങൾ അദ്ദേഹം നിരസിച്ചു. അള്ളാഹു എനിക്ക് തന്നിട്ടുള്ളതാണ് നിങ്ങളുടെ ഈ സമ്മാനങ്ങളെക്കാൾ ഉത്തമമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. പിന്നീട് ബൽഖീസ് രാജ്ഞി സുലൈമാൻ നബി അലൈഹിസ്സലാമിയെ നേരിട്ട് കാണാൻ തീരുമാനിച്ചു. അവർ വരുന്നതിന് മുൻപ് തന്നെ അവരുടെ മനോഹരമായ സിംഹാസനം തന്റെ സദസ്സിലെത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഒരു ജിന്ന് പറഞ്ഞു, അങ്ങ് ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഞാനത് എത്തിക്കാം. എന്നാൽ വേദവിജ്ഞാനമുള്ള മറ്റൊരാൾ പറഞ്ഞു, അങ്ങയുടെ കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ ഞാനത് എത്തിക്കാം. നിമിഷങ്ങൾക്കുള്ളിൽ ആ സിംഹാസനം അവിടെ എത്തിച്ചേർന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ കൊട്ടാരത്തിലെത്തിയ ബൽഖീസ് രാജ്ഞി അവിടുത്തെ അത്ഭുതകരമായ കാഴ്ചകളും അദ്ദേഹത്തിന്റെ പ്രവാചകത്വവും കണ്ട് ബോധ്യപ്പെടുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ജിന്നുകളെ ഉപയോഗിച്ചിരുന്നു. തന്റെ മരണം അടുത്തെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം തന്റെ വടിയിൽ ചാരി നിന്ന് ജിന്നുകളുടെ ജോലി നിരീക്ഷിച്ചുകൊണ്ടിരിക്കെ മരണം സംഭവിച്ചു. എന്നാൽ അദ്ദേഹം മരിച്ച വിവരം ജിന്നുകൾ അറിഞ്ഞില്ല.
അവർ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതി പേടിയോടെ ജോലി തുടർന്നു. ഒടുവിൽ ചിതലുകൾ ആ വടി കാർന്നു തിന്നപ്പോൾ അദ്ദേഹം താഴെ വീണു. അപ്പോഴാണ് അദ്ദേഹം മരിച്ച വിവരം ലോകമറിഞ്ഞത്. ഇത്തരത്തിൽ അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ ജീവിതം. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ. ബൽഖീസ് രാജ്ഞിയുമായുള്ള സംഭവങ്ങൾക്ക് ശേഷവും സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ അധികാരം ലോകത്തിന്റെ നാനാദിക്കുകളിലേക്കും വ്യാപിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ വിജ്ഞാനം ലോകത്തിലെ സകല ജീവജാലങ്ങളുടെയും ഭാഷ മനസ്സിലാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഒരിക്കൽ തന്റെ കുതിരപ്പടയെ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ മുഴുകുകയും ആത്മീയമായ ആവേശം കൊണ്ട് കുതിരകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ ഭക്തിയിൽ സംതൃപ്തനായ അള്ളാഹു കുതിരകളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാറ്റിനെ അദ്ദേഹത്തിന്റെ വാഹനമാക്കി മാറ്റി നൽകി. സുലൈമാൻ നബി അലൈഹിസ്സലാം രാവിലെ യാത്ര തിരിച്ചാൽ 1 മാസത്തെ ദൂരവും വൈകുന്നേരം യാത്ര ചെയ്താൽ മറ്റൊരു മാസത്തെ ദൂരവും കാറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കാമായിരുന്നു. കൂടാതെ ഭൂമിക്കടിയിലെ ചെമ്പ് ഖനികളെ അദ്ദേഹം ദ്രാവക രൂപത്തിൽ ഒഴുക്കിയെടുത്തു. ജിന്നുകളെ ഉപയോഗിച്ച് വലിയ പാത്രങ്ങളും ജലാശയങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ നീതിബോധം ലോക പ്രശസ്തമായിരുന്നു. ഒരിക്കൽ 2 സ്ത്രീകൾ ഒരു കുട്ടിയുമായി അദ്ദേഹത്തിന്റെ അടുത്തെത്തി. ആ കുട്ടി തന്റേതാണെന്ന് 2 പേരും വാദിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു വാൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കുട്ടിയെ 2ആയി മുറിച്ചു 2 പേർക്കും നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട യഥാർത്ഥ മാതാവ് കുട്ടിയെ കൊല്ലരുതെന്നും അത് മറ്റേ സ്ത്രീക്ക് നൽകിക്കൊള്ളാനും കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. തന്റെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം അവകാശം ഉപേക്ഷിച്ച ആ സ്ത്രീയാണ് യഥാർത്ഥ മാതാവെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും കുഞ്ഞിനെ അവർക്ക് നൽകുകയും ചെയ്തു. ജിന്നുകൾക്കിടയിലും അദ്ദേഹം കർശനമായ നിയമങ്ങൾ പാലിച്ചിരുന്നു. അള്ളാഹുവിനോട് അനുസരണക്കേട് കാട്ടുന്ന ജിന്നുകളെ ചങ്ങലയിൽ ബന്ധിക്കാനും ശിക്ഷിക്കാനും അദ്ദേഹത്തിന് അധികാരം നൽകപ്പെട്ടിരുന്നു. തന്റെ പ്രഭുവായ അള്ളാഹുവിനെ സ്മരിക്കാത്ത ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. തന്റെ ഭരണത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസ് പള്ളി പുനർനിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലോകത്തെ ഏറ്റവും മനോഹരമായ നിർമ്മിതിയായി അത് മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ജിന്നുകൾ വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹം തന്റെ വടിയിൽ ചാരി നിന്ന് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്താണ് മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ ജീവനെടുത്തത്. അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമായി അദ്ദേഹത്തിന്റെ ശരീരം ആ വടിയിൽ ചാരി തന്നെ നിന്നു. ജിന്നുകൾ വിചാരിച്ചത് അദ്ദേഹം ജീവനോടിരിക്കുകയാണെന്നാണ്. അവർ ഭയത്തോടെ പണി തുടർന്നു പള്ളി പൂർത്തിയാക്കി. മാസങ്ങൾക്ക് ശേഷം ചിതലുകൾ വടി തിന്നപ്പോൾ അദ്ദേഹം താഴെ വീണു. അദൃശ്യമായ കാര്യങ്ങൾ തങ്ങൾക്കറിയാമെന്ന് അഹങ്കരിച്ചിരുന്ന ജിന്നുകൾക്ക് മുമ്പിൽ മരിച്ചുകിടന്ന പ്രവാചകനെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നത് വലിയൊരു പാഠമായി മാറി. ഇത്തരത്തിൽ അത്യത്ഭുതകരമായ രീതിയിലാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ലോകത്തു നിന്ന് വിടവാങ്ങിയത്. അദ്ദേഹത്തിന്റെ ഭരണവും ജീവിതവും അള്ളാഹുവിന്റെ മഹത്വത്തിന് സാക്ഷിയായി ഇന്നും നിലകൊള്ളുന്നു. ഇത് സാവധാനം വായിച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. സമാപനം. അള്ളാഹുവിന്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങൾ നിറഞ്ഞ സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം ഇവിടെ പൂർണ്ണമാകുകയാണ്. അധികാരത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലിരിക്കുമ്പോഴും അള്ളാഹുവിനോടുള്ള വിനയവും നന്ദിയും കൈവിടാത്ത ആ മഹാപ്രവാചകന്റെ ജീവിതം നമുക്കേവർക്കും വലിയൊരു മാതൃകയാണ്. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ പ്രധാനം അള്ളാഹുവിന്റെ പ്രീതിയോടുകൂടിയുള്ള ജീവിതമാണെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. ലോകം വിസ്മയിക്കുന്ന തരത്തിലുള്ള അധികാരങ്ങൾ കൈവന്നിട്ടും ഒരു ചെറിയ ഉറുമ്പിന്റെ അവകാശങ്ങളെ പോലും ബഹുമാനിച്ച ആ നീതിബോധം ഇന്നും ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ ഈ ചരിത്രത്തിലൂടെ അള്ളാഹുവിന്റെ അപാരമായ കഴിവിനെയും അവന്റെ കാരുണ്യത്തെയും കുറിച്ച് നാം മനസ്സിലാക്കി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മോട് പറയുന്നത് അദൃശ്യമായ അറിവുകൾ അള്ളാഹുവിന് മാത്രമാണെന്നാണ്. ജിന്നുകൾക്ക് പോലും പ്രവാചകന്റെ മരണം തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നത് വലിയൊരു പാഠമാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ അറിവിനും ഈമാനിനും ഗുണകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം പ്രവാചക ചരിത്രങ്ങളും ആത്മീയമായ അറിവുകളും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നത് വലിയൊരു പുണ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്തു നൽകി അറിവ് പകർന്നു കൊടുക്കാൻ നിങ്ങളും പങ്കാളികളാവുക. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവാചക ചരിത്രങ്ങളും ഇസ്ലാമികമായ അറിവുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ശ്രമിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ബട്ടണിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാനുള്ള വലിയ ഊർജം. അറിവ് പകരുന്നത് ഒരു സ്വതക്കയായി കരുതി നമുക്ക് മുന്നോട്ട് പോകാം.
ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും ഈ ചരിത്രം മുഴുവനായി കേൾക്കാൻ സമയം കണ്ടെത്തിയ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും നേർവഴിയിൽ നയിക്കട്ടെ. നമ്മുടെ അറിവുകളിൽ അവൻ ബർക്കത്ത് നൽകട്ടെ. പാപങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുകയും പരലോകത്ത് ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നല്ലൊരു ചരിത്രവുമായി മറ്റൊരു വീഡിയോയിലൂടെ ഇൻഷാ അള്ളാഹ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ അള്ളാഹുവിന്റെ സംരക്ഷണവും കാരുണ്യവും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുലൈമാൻ നബി അലൈഹിസ്സലാം യാ നബി സുലൈമാൻ അറിവിൻ കവാടം തുറന്ന വിസ്മയം കാറ്റിൽ കസേരയിട്ട സുൽത്താൻ പക്ഷി മൃഗങ്ങൾക്കു നാഥനാം പ്രഭു ജിന്നുകൾ പോലും സേവകരായി ബൽഖീസിൻ ഖൽബിൽ ഈമാൻ നൽകിയോൻ സുലൈമാൻ നബി അലൈഹിസ്സലാം യാ നബി സുലൈമാൻ അറിവിൻ കവാടം തുറന്ന വിസ്മയം കാറ്റിൽ കസേരയിട്ട സുൽത്താൻ പക്ഷി മൃഗങ്ങൾക്കു നാഥനാം പ്രഭു ജിന്നുകൾ പോലും സേവകരായി ബൽഖീസിൻ ഖൽബിൽ ഈമാൻ നൽകിയോൻ സുലൈമാൻ നബി അലൈഹിസ്സലാം യാ നബി സുലൈമാൻ അറിവിൻ കവാടം തുറന്ന വിസ്മയം കാറ്റിൽ കസേരയിട്ട സുൽത്താൻ പക്ഷി മൃഗങ്ങൾക്കു നാഥനാം പ്രഭു ജിന്നുകൾ പോലും സേവകരായി ബൽഖീസിൻ ഖൽബിൽ ഈമാൻ നൽകിയോൻ സുലൈമാൻ നബി അലൈഹിസ്സലാം യാ നബി സുലൈമാൻ അറിവിൻ